ഗൈസ് അപ്പൊ ഞങ്ങൾ കോറൽ ഐലൻഡിലെത്തി. അങ്ങനെ പറയാ കോറൽ ഐലൻഡിലെത്തി. ഞങ്ങളൊരു ബൈക്കൊക്കെ റെന്റിനെടുത്ത് ഇവിടെ അടിച്ചു പൊളിക്കാണ്. ഒന്നും കാണുന്നില്ല, ബീച്ച് കാണുന്നില്ല. ഇവിടെ മൊത്തം മറ്റേ ജെറ്റ്സ്കീയും കാര്യങ്ങളും ബനാന ബോട്ടിംഗ് നോക്കിയാൽ കാണാം. കണ്ടല്ലേ, ഫുൾ ബോട്ട്. അപ്പൊ ഇതിന്റെ മുകളിൽ എത്തിയപ്പോ ഒരു അടിപൊളി വ്യൂ ഗൈസ്. നമ്മള് ബൈക്ക് റെന്റിന് എടുത്തതിന്റെ മുകളിലേക്ക് വന്നപ്പോ ഇപ്പോഴാണ് നമുക്ക് കാണുന്നത്. അവിടെ മൊത്തം മറ്റേ നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ചെയ്തേക്കണോണ്ട് നമുക്ക് ബീച്ച് കാണുന്നില്ല. അതെ, ബീച്ചേ കാണുന്നില്ല. അവിടെ ഇരുന്ന് ഒന്നും കാണില്ല. ഇവിടെ എത്തിയപ്പോഴാണ് ഇത് അടിപൊളി കേസ്. അപ്പൊ നിങ്ങൾ ഈ ഭാഗത്ത് വരികയാണെങ്കിൽ ഒരു ബൈക്ക് റെന്റിന് എടുത്തിട്ട് ഇതിന്റെ മുകളിലേക്ക് പോകാം. നിങ്ങൾ പിന്നെ കോറൽ ഐലൻഡ് ചൂസ്. എനിക്ക് ഇതിലാ പോകണ്ടേ. അതിൽ നമ്മ പോയേക്കാം, നമുക്ക് വണ്ടി എടുത്ത് അങ്ങോട്ട് പോയേക്കാം. എന്താ പറയാ വന്നേ? അതല്ല, നമ്മൾ പോകുമ്പോ ഇങ്ങനെ കോറൽ ഐലൻഡ് പോലെ തിരക്കുള്ള ഐലൻഡിൽ വരാതെ ഇവിടെ കുറെ ഐലൻഡ്സ് ഉണ്ട്. അതില് തിരക്ക് കുറഞ്ഞ ഐലൻഡ്. കൂടുതൽ പറയണ്ട ബേബി, വെയില് കൊണ്ട് കരിഞ്ഞിട്ട് അൽഫി. നമ്മ രണ്ടുപേരും കരിഞ്ഞിന്. ഇനിയിപ്പോ നാട്ടിൽ ചെന്നിട്ട് നമുക്ക് നമ്മുടെ ബൈക്ക് നാട്ടിൽ ചെന്നിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാം. ഇവൾക്ക് എന്റെ പുരം ബൈക്കിൽ വരാൻ. നീ എന്റെ പുരം ഫസ്റ്റ് ടൈം അല്ലേ ബൈക്കിൽ വരുന്നത്? എക്സ്പീരിയൻസ് പേടിയുണ്ട് തള്ളിയിടുമെന്ന്. ഞാനും പേടിച്ചു, കാരണം ഞാൻ 3 വർഷമായി ബൈക്ക് ഓടിച്ചിട്ട് എന്ത് വിശ്വാസത്തിലാണ് ഇവളെന്റെ കൂടെ ഒന്നും എനിക്കറിയില്ല. കാരണം ഇവിടുത്തെ ബൈക്കിന് ക്ലച്ച് എവിടെ ഗിയർ എവിടെയൊന്നും ഒരു സംശയം ഇല്ലാതില്ലേ. കുറച്ചനെ ഇങ്ങനെ ഓണാക്ക. ഓക്കെ, അയ്യോ നമ്മ ഫോണിൽ മേലെ വെക്ക ബേബി. അപ്പൊ നല്ലൊരു വ്യൂ കിട്ടും അല്ലേ? യു എക്സൈറ്റഡ്? ലെറ്റ്സ് ഗോ ഫോർ എ റൈഡ് ഗൈസ്. അയ്യോ സെറ്റാ, ഇതിന് ബ്രേക്ക് ഉണ്ടോ സെറ്റാ? ഫോൺ പിടിക്കട്ടെ അൽഫി, ഉള്ള കാര്യം പറയാ. പാരാഗ്ലൈഡിങ് പോണോക്കിയ ആ റൈഡ് ഏതായാലും പൊളിച്ചില്ലേ. ഇനി എന്തായാലും ഞങ്ങൾക്ക് ഒരു ഓക്കൊരു ചെറിയൊരു ഇവിടെ ഇനി അടുത്തൊരു വ്യൂ പോയിന്റ് ഒരു ബിഗ് ബുദ്ധ ടെമ്പിൾ അങ്ങനെ അത് വ്യൂ പോയിന്റ് ആണോ? അവിടെ എന്തോ വലിയ മലയുടെ. നമുക്കിന്ന് അങ്ങോട്ട് പോവാം. ഓക്കെ, വളക്കണമെങ്കിൽ കുറച്ച് സ്പേസ് വേണം കേസ്. ഇനി അതുകൊണ്ടാണ് നമ്മൾ ഇനി ഇറങ്ങണ്ട. ഇറങ്ങിയാൽ കയ്യോ കാലം പൊട്ട് വേണ്ട, ഇറങ്ങണ്ട. അയ്യോ നമ്മളിപ്പോൾ ഇവിടെ എത്തിട്ടോ. അതിലെങ്ങനെ ഇവിടെ വന്ന് ഇവിടെ കയറി. അപ്പോൾ ഇവിടെ നിൽക്കണ പാരാഗ്ലൈഡിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ബൈ ഇതാണ് ആ ബുദ്ധൻ്റെ സ്റ്റാച്ചു എന്ന് പറയുന്നത്. സോ ഇവർ ഇവിടെ നിന്നാണ് പാരാഗ്ലൈഡിങ് ചെയ്ത് പോകണം. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇവർ പോകുന്നത് കാണാം. മടക്കിയൊക്കെ അടി മടക്കിയൊക്കെ നിർത്തുകയാണോ? ഓക്കെ, എവിടെ? ഇത് ചാടാൻ പോവാണോ? അമ്മ നോക്കട്ടോ. കൊള്ളല്ലേ, അത് നല്ല വൈബായിരിക്കട്ടെ. ഞാൻ ഇതുവരെ ഈ ചാടുന്നത് കണ്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ ചാടുന്നത്. ഓ സീൻ എൻ്റെ അളിയ, ഇതിങ്ങനൊക്കെ പിടിച്ച് ചെയ്യണല്ലേ. ഇവിടെ ഞാൻ വിചാരിച്ചില്ലേ ഇവര് ചാടി കഴിഞ്ഞിട്ട് പാരഷൂട്ട് ഇടുകയാണെന്ന്. ഓ അത് സ്കൈ ഡൈവിങ് ആണ്. ഓക്കെ, ഇതുവരെ ഒറ്റക്കാട്ടോ ചെയ്യണ കേസ്. ഇതുവരെ എനിക്ക് തോന്നുന്നു ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ യാ, അടിപൊളി. നമുക്ക് നോക്കാം. അത് അവർ ചാടി കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. ഇവിടെ നിന്നുള്ള വ്യൂ അന്യായ വ്യൂ അല്ലേ എൻ്റെ അളിയ. എനിക്ക് കുറച്ചുകൂടി ഇവിടുത്തെ വ്യൂ ആട്ടോ ഇഷ്ടപ്പെട്ട്. അല്ല, ഈ വീഡിയോയിൽ നോക്കി ഈ ഗ്രീനറി ഇങ്ങനെ പോയിട്ട് നേരിൽ കാണുമ്പോ താഴത്ത് കുറച്ചുകൂടി നമുക്ക് ഫുള്ളായിട്ട് കാണാം. ഇത് കുറച്ചായി പോയ പോലെ ഫീൽ ചെയ്യും. ഒരു രണ്ടാമത്തെ ട്രൈ ആട്ടോ, നോക്കാം. അല്ല അതിവിടെ വേറെ ഉണ്ടല്ലേ. ഞാനിപ്പോ ഇതിൻ്റെ ഉള്ളിൽ കാല് കുടുങ്ങിയ. കൊള്ളട്ടാ. എടി ഇതിപ്പോ ഏറ്റവും ഹൈറ്റിൽ നമ്മ നിക്കണത്. ഇതിന് മുകളിലോട്ട് റോഡില്ല. എടി ഇതിന്റെ കൂടെ പോട്ടോ, നീ അയാളെ കൂടെ പോകും. ഇങ്ങോട്ട് മാറുന്നു. ഓക്കെ, ഇതല്ല ജമ്പിങ് പോയിന്റ്. ഓക്കെ, ദാറ്റ്സ് കൂൾ. ഓഹോ എൻ്റെ അമ്മേ, ഞാൻ പിന്നെ ഒന്നൊരു കരിഞ്ഞു. നിന്നെ നോക്കണ്ട, ഞാൻ കരിഞ്ഞു. സൺസ്ക്രീൻ ഇട്ടണേ. കീ ഉണ്ട്. കീ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇന്ന് ഇവിടുന്ന് പോകലല്ലോ. നമുക്ക് 1 മണിക്ക് അവിടെ എത്തണം. മൈ ഗോഡ്, സെക്കൻഡ് ടൈം അവർ ജമ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. എൻ്റെ അമ്മേ, സീൻ പോയതാണ്ടാ. ഇത്
ഇത് വേറൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ ഗൈസ്. ഇത് ചെയ്യാൻ പഠിക്കണം. കണ്ണ് വെക്കണ്ട, ഇങ്ങോട്ട് പോട്ടെ. ഞാൻ ഈ കണ്ണ് വെച്ചിട്ട് അവിടെ എങ്ങനെ ഇതായി പോയാലോ, എനിക്കാണ് പണി. സംഭവം സിമ്പിളാണ് ഗൈസ്. ജസ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. നമ്മൾ ഈ ബൈക്ക് ഓടിക്കുന്നില്ലേ അതേമാതിരി വേണമെങ്കിൽ ഞാൻ തരുന്നത് ഓടിക്കൽഫി സീനില്ല. നീ ഓക്കെ പോരാണ് നമ്മൾ രണ്ടാളും ചാവും പോകുമ്പോ നീ മാത്രം അവിടെ ചാടി രക്ഷപ്പെടൂല, മനസ്സിലായില്ലേ? ട്രെയിൻ ചെയ്ത് ഇതൊക്കെ ഒരു വൈബാ. അവന്റെ വീണ് ഞാൻ കണ്ണൊന്നും വെച്ചില്ല, ഞാൻ മണ്ണൊന്നും വെച്ചില്ല ഗൈസ്. അപ്പൊ അടുത്തത് ഞാനാണ് ചെയ്യാൻ പോകുന്നത്. അവരതെനിക്ക് സെറ്റ് ചെയ്ത് തരുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ട്രെയിൻ ചെയ്തതാണ്. ഐ ഹോപ്പ് ഇറ്റ് വിൽ വർക്ക്. ഞാൻ അവരുടെ കൂടെ ഉള്ളതാണ്, ഞാൻ അവരുടെ ഗ്യാങ്ങിലുള്ളതാണ്. അതെ, ഓനെ ഇംഗ്ലീഷ് പറഞ്ഞല്ലോ മനസ്സിലാവും. ഇവൻ വലിയ കാര്യത്തിന് പറഞ്ഞതാ, അയാള് ഭയങ്കര പ്രോ ആണെന്ന്. പാവുണ്ട്, എടുക്കാൻ കഴിയുന്നില്ല കൈസ്. വണ്ടി ഏതാന്ന് ഓർമ്മയുണ്ടോ? വണ്ടി കയറുന്ന വീഡിയോ എടുക്കാൻ പറഞ്ഞ ആ ഓറഞ്ച് ഉള്ളതാ. വീഡിയോ നോക്കിയാൽ വീഡിയോയിലുണ്ടല്ലോ. ദിസ് ഇസ് അവർ വണ്ടി. ഷാരൂഖ് ഖാൻ വണ്ടിയിൽ കയറുന്നത് എടുത്ത് നിക്കർ പൊക്കി കാണിക്കുന്നു. ആഗ്രഹം മോഹങ്ങൾ കഴിഞ്ഞോ? ഓക്കെ ബൈ. 2 ഫോണും എന്റെ കയ്യിലാ, പൊക്കോ. ഓക്കെ ബൈ. നിനക്ക് എന്നെ നീ കൊണ്ടുപോയില്ലെങ്കിലും നീ നിന്റെ ഫോൺ കൊണ്ടുപോകുന്ന എനിക്കറിയാം. നീ ചെയ്യൂടാ. This is the sea and this is my hubby. കാണുന്നില്ലടാ. അപ്പം ബൈക്ക് റൈഡിങ് കഴിഞ്ഞ് പോകാനായി. സംഭവം നമ്മൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. ഞാൻ കൊണ്ട് വീട്ടിട്ട് വന്ന് ഇനി സമയമുണ്ട്. ഇനി ഈ ബൈക്ക് അവിടെ വരെ കൊണ്ടു കൊടുക്കാം. അതിൻ്റെ ഇടയിൽ ഇവിടെ നമ്മൾ ഭയങ്കര തിരക്കുള്ള സ്ട്രീറ്റിൽ കൂടെ അതിന് പോകുന്നത്. ഇതുവരെ നടക്കണ്ട എൻ്റെ ബേബി നടക്കണ്ട. ഞാൻ ഉണ്ടാകും, എൻ്റെ ബേബി നടക്കേണ്ട ആവശ്യമില്ല. ആ ഇതില്ലാത്ത ഇതില്ലല്ലോ. ഇത് മുക്കിലും മൂല മലേന്റെ മുകളിലുണ്ടാകും സാധനം. ആളുകൾ നിൽക്കുകയല്ലേ. എന്നിട്ട് ഞാൻ ഹോൺ അടിക്കുന്നുണ്ട്. തായ്ലാൻഡ് ഒന്ന് ഹോൺ. ഇവിടെ ആരും ഹോൺ അങ്ങനെ അടിക്കുന്നില്ല. ഞാൻ ആ ചീത്തപ്പേര് മാറ്റി നിർത്തില്ല. നമ്മളുടെ ബോട്ട് വന്നിന്. സോ ഇനി നമ്മള് ബോട്ട് കയറി പോവാണ്. ഞങ്ങൾ ഫാൻ്റൊക്കെ വാങ്ങി. നല്ല കളറുള്ള ഇതാല്ലേ, അടിപൊളിയാണ്. നല്ല വെയില. ഇവിടെ വന്ന കരിമാക്കരനാവും. പിന്നെ നോക്കിയിട്ട് കാര്യമില്ല, കറുത്ത് മൊത്തം ടാൻ അടിച്ച് ഉണക്കലായി മാറും ഉറപ്പ്. അത്രക്കും വെയില. നമ്മൾ പോയത് അവിടെ ആട്ടോ, കണ്ട അതാണ് അവിടെ അമ്മ പോയെ. യാ അവിടെയും പോയി. ആരാണ് ആ 2 പേർ? എന്താ നമ്മളെ മേല് നോക്കി എൽഫി. ചെരുപ്പ് നമ്മുടെ ബോട്ടാണ് തോന്നുന്നു ബോയ്സ്. ഓയ ബനാന റൈഡ് പോണതാ. ബോട്ട് കയറി ഗൈസ്, ലെറ്റ്സ് ഗോ. ഇങ്ങോട്ട് വന്നപ്പോ നമ്മള് വീഡിയോ എടുക്കാൻ പ്ലാൻ ഇല്ലാത്ത നമ്മളൊന്നും എടുത്തി. എന്താണ് ഇവിടെ അറിയില്ല. ബൈക്ക് കിട്ടിയോണ്ട് മാത്രം ബൈക്ക് ഉണ്ടായിട്ട് മാത്രമേ വീഡിയോ. അങ്ങനെ പട്ടാലെത്തി. ഞങ്ങൾ വന്ന വണ്ടി ഇതായിരുന്നു. അങ്ങനെ ബോട്ട് റൈഡിങ് നല്ല അടിയായിരുന്നു കേട്ടോ അല്ലേ? അത് ഇവള് ഞാൻ കയറിയ സ്ഥലത്തല്ല കയറിയത്. ഞാൻ കയറിയ ബോട്ട് അന്ന് പറക്ക് ഇതിലും സ്പീഡായിരുന്നു, സീനായിരുന്നു.